ഹലോ, ഡേവിഡ് ആൻഡ് ഗോലിയത്തിൻ്റെ ഈ മ്യൂറൽ പെയിൻറ്റിങ് കണ്ടിട്ട് ഇത് ഏത് സിറ്റിയാണെന്ന് ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതെ, ഇത് ജർമ്മനിയിലെ ബവേരിയ സ്റ്റേറ്റിലുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയ ഒരു കുഞ്ഞു ടൗണാണ്. പേര് റിഗൻസ്ബർഗ്. മ്യൂണിക്കിൽ നിന്ന് ഏകദേശം 1.5 മണിക്കൂർ ട്രെയിൻ യാത്ര കൊണ്ട് നമുക്ക് റിഗൻസ്ബർഗിൽ വരാം. രണ്ടാം ലോക മഹായുദ്ധം തൊട്ടില്ല എന്ന് പറഞ്ഞ് പോയതുകൊണ്ട് തന്നെ ഏകദേശം 800 വർഷത്തെ പഴക്കമുള്ള കെട്ടിടങ്ങൾ വരെ നമുക്കിവിടെ കാണാൻ സാധിക്കും. പല യൂറോപ്യൻ നഗരങ്ങളെ പോലെ പള്ളികളും കൊട്ടാരങ്ങളും തന്നെയാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. റിഗൻസ്ബർഗ് ഒരു ഗ്ലാമറസ് നഗരമാണെങ്കിലും ക്രൂരമായ ചരിത്രം ഉറങ്ങുന്ന ഒരു സ്ഥലം ഇവിടെ ഉണ്ട്. ഏതാണെന്നല്ലേ? ഇവരുടെ ഓൾഡ് ടൗൺ ഹാൾ. ഏകദേശം 1800 വരെ റിഗൻസ്ബർഗ് റോമാ സാമ്രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു. ആ കാലയളവിലെല്ലാം ഈ നഗരത്തിൻ്റെ ഭരണകാര്യങ്ങൾ നടന്നിരുന്നത് ഈ കെട്ടിടത്തിൽ നിന്നാണ്. ഈ കെട്ടിടത്തിൻ്റെ ഉള്ളിൽ വീഡിയോസ് എടുക്കാൻ അനുവാദമില്ല. എന്നിരുന്നാലും ഞങ്ങൾ ആ ഗൈഡിനെ സോപ്പിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്തിട്ടുണ്ട്. നിങ്ങളിപ്പോൾ കാണുന്നതാണ് ഇവിടുത്തെ ടോർച്ചർ ചേംബറും ജയിലും. അതായത് കുറ്റാരോപിതരെ 3-ാം മുറ പ്രയോഗിച്ച് കുറ്റം തെളിയിക്കാനും ചോദ്യം ചെയ്യിക്കാനുമായി കൊണ്ട് പാർപ്പിച്ചിരുന്ന സ്ഥലം. ഇനി കുറ്റം തെളിഞ്ഞു കഴിഞ്ഞാൽ അവരെ ശിക്ഷിക്കുന്നതും പബ്ലിക്കായിട്ടായിരുന്നു. അതുവരെ അവരെ പാർപ്പിച്ചിരുന്ന ജയിലുകളും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇന്നിവിടം ഗവൺമെൻറ്റിൻ്റെ പരിപാടികൾക്കായിട്ട് ഉപയോഗിക്കുമെങ്കിലും കൂടുതലും ഇതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ടാണ് ഇപ്പോൾ കണക്കാക്കപ്പെടുന്നത്. ഇതൊരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയതുകൊണ്ട് തന്നെ പഴയ കെട്ടിടങ്ങളൊന്നും ഇവർ പൊളിച്ചു മാറ്റിയിട്ടില്ല. പകരം പഴയതിനോട് ചേർന്ന് തന്നെ പുതിയവ കെട്ടിച്ചേർക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആ കാരണത്താൽ റോമൻ ആർക്കിടെക്ചറിന് ഭംഗി കുറച്ചെങ്കിലും ഈ നഗരത്തിൽ പലയിടങ്ങളിലായി കാണാൻ സാധിക്കും. ഇവിടുത്തെ മറ്റൊരു പ്രധാനപ്പെട്ട ആകർഷണമാണ് ഇവിടുത്തെ സ്റ്റോൺ ബ്രിഡ്ജ്. ഏകദേശം 1100കളിലാണ് കല്ല് കൊണ്ടുള്ള ഈ പാലം നിർമ്മിച്ചത്. ഇത്രയും വർഷം കഴിഞ്ഞിട്ടും വലിയ കേടുപാടുകളൊന്നും ഇല്ലാതെ ഈ പാലം നിലനിൽക്കുന്നുണ്ട്. പിന്നെ ഒറ്റയടിക്ക് ഈ നഗരം കാണാനുള്ള ഒരു വഴിയാണ് ഈ റോഡ് ട്രെയിൻ. ഇതിൽ കയറി 1 മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം ഇവർ തന്നെ നമുക്ക് കാണിച്ചു തരും. വെറും കോൺക്രീറ്റ് കെട്ടിടങ്ങൾ നിർമ്മിക്കാതെ പഴമയുടെ സൗന്ദര്യം നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയ കെട്ടിടങ്ങൾ എങ്ങനെ നിർമ്മിക്കാമെന്ന് റിഗൻസ്ബർഗ് സിറ്റി കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതുപോലത്തെ മറ്റൊരു നഗരവുമായി ഞങ്ങൾ വരുന്നതാണ്. See you.